ഹായ് ഫ്രണ്ട്സ്, ബൂനി അനലിറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്യുവൽ ആക്സിസ് ചാർട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഓക്കെ, ടാബ്ലൂവിൽ. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലേക്ക് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എൻ്റെ ടാബ്ലൂ ഇൻ്റർഫേസ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൾസോ ഡാറ്റകളും ഇവിടെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ നമുക്ക് ഡ്യുവൽ ആക്സിസ് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ സം ഓഫ് സെയിൽ എടുത്തിട്ട് കോളത്തിലേക്ക് ഇട്ടു. ഓക്കെ, പിന്നെ സം ഓഫ് സെയിൽ എടുത്തിട്ട് റോസിലേക്ക് ഇട്ടു. പിന്നെ ഓർഡർ ഡേറ്റ് എടുത്തിട്ട് കോളംസിലേക്ക് വിട്ടു. ഓക്കെ, എന്നിട്ട് ഈ ഓർഡർ ഡേറ്റിൽ ഈ ആരോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്കറിയാം ഫസ്റ്റ് ക്വാർട്ടർ ഉണ്ട്, സെക്കൻഡ് ക്വാർട്ടർ എടുത്തു. ഓക്കെ, അപ്പോൾ ഇതേപോലെ എനിക്ക് കിട്ടി. ദെൻ ഇപ്പോൾ ഇതിൽ സിംഗിൾ ഒരു ഓർഡർ ഡേറ്റും സെയിൽസും അല്ലേ ഉള്ളൂ. ഇനി എനിക്ക് ഇതിൽ ഡ്യുവൽ ആക്സിസ് പ്രോഫിറ്റും കൂടി ഇതേ ഓർഡർ ഡേറ്റിൽ തന്നെ കാണും. അതിൻ്റെ അനാലിസിസ് എനിക്ക് വ്യത്യസ്തമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്, ലൈൻ ചാർട്ട് പ്രകാരം അറിയാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താക്കി, സം ഓഫ് പ്രോഫിറ്റ് എടുത്തിട്ട് ആക്സിസിൽ കൊണ്ടുപോയിട്ടിട്ടു. ഓക്കെ, കണ്ടോ? അപ്പോൾ കറസ്പോണ്ടിങ് ഇതെന്താണ്, സെയിൽസ്, ഇത് പ്രോഫിറ്റ്. അപ്പോൾ ഈ ചാർട്ട് ഇതാണ് ഡ്യുവൽ ആക്സിസ്, കമ്പൈൻഡ് ആക്സിസ്. ഓക്കെ, ഇനി കമ്പൈൻഡ് ആക്സിസ് ഇതിൻ്റെ നെയിം ഞാൻ റീനെയിം ചെയ്യുന്നു. കമ്പൈൻഡ് ആക്സിസ് ചാർട്ട്. ഓക്കെ, ഈ നെക്സ്റ്റ് രണ്ടാമത്തെ ഞാൻ പോകുന്നത് ഡ്യുവൽ ആക്സിസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അതിന് സെയിം പോലെ ഞാൻ എന്താക്കി, ഓർഡർ ഡേറ്റ് എടുത്തിട്ട് കോളത്തിലേക്ക് ഇട്ടു. ഓക്കെ, ഓർഡർ ഡേറ്റ് എടുത്തു, കോളത്തിലേക്ക് ഇട്ടു. ദെൻ ഇതിനെ ഞാൻ ഡബിൾ ക്വാർട്ടർ എടുത്തു. ഓക്കെ, ദെൻ സം ഓഫ് സെയിൽസ് ഞാൻ റോയിലിട്ടു. അതേപോലെ തന്നെ സം ഓഫ് പ്രോഫിറ്റ് ഞാനിവിടെ റോയിലേക്ക് ഇട്ടു. അപ്പോൾ സം ഓഫ് സെയിൽസ് ഇവിടെ വന്നു, പ്രോഫിറ്റും വന്നു. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സം ഓഫ് പ്രോഫിറ്റിൻ്റെ ഈ ആരോ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഉണ്ടോ, ഇതിൽ നിങ്ങൾക്ക് ഡ്യുവൽ ആക്സിസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരേ ആക്സിസിൽ തന്നെ പ്രോഫിറ്റും കിട്ടി. ഡ്യുവൽ ആക്സിസ് മീൻസ് ഒരു സ്ഥലത്ത് സെയിൽസ്, ഒരു സ്ഥലത്ത് പ്രോഫിറ്റ്, ഓർഡർ ഡേറ്റും കറസ്പോണ്ടിങ് ഡേറ്റും ഉള്ളത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കളേഴ്സ് മാറ്റണമെന്നുണ്ടെങ്കിൽ സെയിൽസിൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ആക്കാം. ഓക്കെ, അപ്ലൈ കൊടുക്കാം. അപ്പോൾ ഗ്രീനായി. പ്രോഫിറ്റ് മാറ്റാം. അപ്പോൾ ഇതാണ് ഡ്യുവൽ ആക്സിസ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ വരുമ്പോൾ എല്ലാവർക്കും നന്ദി.